നമസ്കാരം. 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ മോർണിംഗ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം പോയത് അറിഞ്ഞില്ലെന്നേ. എന്നെ പോകാന്നറിയോ? 2024 വർഷം പോയത് അറിഞ്ഞില്ലെന്ന് പറയണം. ഏകദേശം പകുതിയായി, മുക്കാലായി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോകുന്നത് അറിയുന്നില്ല എന്നൊക്കെ ഏതോ ഒരു പാട്ടിനകത്ത് കേട്ട പോലെയാണ്. ടാനിയ എന്നെ ഇപ്പം ഫൈനൽ ഇയർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഫൈനൽ ഇയർ ആയി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ആ 10th ബോർഡ് എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന ആ കുട്ടിയാണ്. ലോക്ക്ഡൌൺ വന്നതും +1 +2 വീട്ടിലിരുന്ന് പഠിച്ചതും ഒന്നും എന്റെ മൈൻഡില്ല. ഞാൻ ഇപ്പോഴും 10th കഴിഞ്ഞതേ ഉള്ളൂ. അതെ, ഒരാൾ സാലറി മേടിക്കാന്ന് വിചാരിച്ചു. മാസത്തെ സാലറി മേടിക്കാനായിട്ട് അവസാനത്തെ സമയത്തേക്ക് വരുമ്പോൾ ഈ സാലറി കയറുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു സമയമില്ലേ, അത് ഭയങ്കര ഫാസ്റ്റായിട്ട് പോകത്തില്ല, പതുക്കെ പോകുന്നത്. പക്ഷെ ഈ സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ അതൊരു അന്യ സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് മാത്രമല്ല, ഓൾമോസ്റ്റ് ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ കൈ നിറയുന്ന ഒരു സംഭവമായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പോലെ ഓണം സെലിബ്രേഷൻ ആ ഒരു ടൈം ഉണ്ടല്ലോ, ഓണം ടൈം, ആ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയതും അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിച്ചതും ഓണം ടൈമിലുള്ള ഒരു ഷോപ്പിംഗ് ഉണ്ടല്ലോ, അതൊക്കെ എന്റെ വിചാരം ഇപ്പോഴും അത് കഴിഞ്ഞ മാസം നടന്നതാന്നാ. പക്ഷെ ഇതേ അടുത്ത മാസം വീണ്ടും ഈ കൊല്ലത്തെ ഓണം വീണ്ടും നടക്കാൻ പോവാ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഓണം പരീക്ഷ ആവാനായിട്ട് കുറച്ച് നാളുകളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഓണത്തിന്റെ എക്സാമിന് കഴിഞ്ഞിട്ട് ഈ ഓണത്തിന്റെ അവധി കിട്ടുന്നത്. പക്ഷെ ഈ അവധി കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 10 ദിവസം പെട്ടെന്ന് അങ്ങ് തീരും. അതെ, എന്തായിരിക്കും ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് മാത്രമല്ല, പലർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടാവും. ഈ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ആരുടെയും കാര്യങ്ങൾ നോക്കണ്ട, നമുക്ക് ചെയ്തു തരാൻ ആൾക്കാരുണ്ട്, നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ പേരൻസ് ഉണ്ട്, ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. പിന്നെ അന്നൊന്നും നമുക്ക് ഫോണില്ല. ഒരു കാലഘട്ടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന കാര്യം വളരെ കുറവാണ്. TV ഇല്ലാത്ത വീടുകളുണ്ടായിരുന്നു. ഈ മൊബൈലെന്ന് പറഞ്ഞ സാധനമേ ഇല്ല. കമ്പ്യൂട്ടർ, ഫോണ്, വാച്ച്, ഇപ്പം നമ്മുടെ സ്മാർട്ട് വാച്ച്, അങ്ങനെയുള്ള നമുക്ക് സമയം പോകാനായിട്ടുള്ള ഒരു മാധ്യമങ്ങളും പക്ഷെ ഇപ്പൊ 3 പേർക്ക് ഓരോ ഫോൺ വെച്ച് കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സമയമില്ലെന്നല്ല, സമയം ആക്ച്വലി നമുക്ക് അവിടെ കൂടുതൽ കിട്ടുവാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഓരോരോ കാര്യങ്ങളായപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ലോക്ക്ഡൌൺ വന്ന സമയത്ത് നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുന്നു. 10 ദിവസം ഇരിക്കുക, 21 ദിവസം ഇരിക്കുക, ക്വാറന്റൈനിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വേറെ ഒരു സംഭവമില്ല, നമ്മളിങ്ങനെ ഇരിക്കണം. അത് വളരെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അന്നേരം സമയം പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വേറെ മാർഗങ്ങളില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇത് തന്നെയാണ് അനാവശ്യമായിട്ട് നമ്മുടെ സമയത്തെ കൊല്ലുന്ന പല സാധനങ്ങളും നമ്മുടെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വേറെ ഒന്നും തപ്പി പോകുന്നില്ല, നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടെന്നൊരു ഭാവമായി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ സമയത്തിനെ കൊല്ലാതെ നമുക്ക് സമയത്തിനെ ഒന്ന് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ വക സാധനങ്ങൾ നമുക്കൊന്ന് ഒഴിവാക്കി നിർത്തി ഒന്ന് നോക്കിയാൽ ചിലപ്പം ഒരുപാട് സമയം കിട്ടാൻ സാധ്യതയുണ്ട്. മോർണിംഗ് ഡ്രൈവ് ആണ്, കൂടെയുണ്ട് ജോബി ആൻഡ് ടാനിയ.